സ്വന്തം പേരക്കുട്ടിയുള്ള കളിച്ചിരികൾ കണ്ടിരിക്കേണ്ട പ്രായത്തിൽ വെറും ചുമരുകളോട് സംസാരിക്കേണ്ടി വരുന്ന അവസ്ഥ നമ്മൾക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. എന്നാൽ ഒരു വൃദ്ധസദനത്തിന്റെ ഉമ്മറപ്പടിയിൽ എത്തി നിൽക്കുമ്പോൾ നമ്മെ ആദ്യം സ്വീകരിക്കുക ശൂന്യതയിലേക്ക് നോക്കിയിരിക്കുന്ന ഒരു പറ്റം കണ്ണുകളാണ്. ആ കണ്ണുകളിൽ പ്രതീക്ഷകളുണ്ടാവും, എന്നാൽ അതിലേറെ നിരാശയായിരിക്കും. അവിടെ അവർക്ക് വേണ്ടത് വലിയ ആഡംബരങ്ങളോ പണമോ സ്വർണമോ അല്ല, മറിച്ച് ഒരു വാക്ക്, സ്നേഹത്തോടെയുള്ള ഒരു തലോടൽ, അമ്മയെന്നോ അച്ഛോ എന്നോ വിളിച്ചുകൊണ്ട് ആരെങ്കിലും ഒന്ന് അരികിലേക്ക് വരുന്ന ആ നിമിഷം, അതിനു വേണ്ടിയാണ് അവർ കാത്തിരിക്കുന്നത്. പുറം ലോകം വലിയ ആഘോഷങ്ങളിലും തിരക്കുകളിലും മുഴുകുമ്പോൾ അവിടുത്തെ സമയം നിശ്ചലമാണ്. അവർക്ക് ഓരോ മിനിറ്റും മണിക്കൂറുകൾ എന്നതുപോലെയാണ്. തൻ്റെ മക്കൾ തന്നെ ഒഴിവാക്കിയതാണ് എന്ന് വിശ്വസിക്കാൻ ഇപ്പോഴും ആ മനസ്സ് തയ്യാറല്ല. എൻ്റെ മക്കൾക്ക് എന്തോ വലിയ കഷ്ടപ്പാട് സംഭവിച്ചത് കൊണ്ടാണ് എന്നെ ഇവിടെ കൊണ്ടാക്കിയത് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോഴും അവർ മക്കളെ ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ്. ആ കളങ്കമില്ലാത്ത സ്നേഹമാണ് അവിടുത്തെ ഏറ്റവും വലിയ വേദന. അമ്മയുടെ ചുരുത്തിയ മുലപ്പാലിന്റെയും ചോര നീരാക്കി വളർത്തിയ അച്ഛന്റെ വിയർപ്പിന്റെയും വിലയാണ് വൃദ്ധസദനങ്ങളുടെ ഓരോ കോണിലും വീണുടയുന്ന കണ്ണുനീർ തുള്ളികൾ. ഒരു മകനും ഒരു മകൾക്കും ഒരിക്കലും കഴുകിക്കളയാൻ പറ്റാത്ത പാപക്കറയായി അത് അവിടെ ഉണ്ടാകും. ഒടുവിൽ അവിടെ നിന്ന് പിന്തിരിഞ്ഞ് നടക്കുമ്പോൾ മനുഷ്യരായി പിറന്നവർക്ക് കണ്ണുകൾ നിറഞ്ഞൊഴുകും. എന്താ ശരിയല്ലേ? എന്നാലോചിച്ചു.